ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. മൂന്നാമതൊരിക്കൽ കൂടി മോദി അധികാരത്തിലെത്തിയാൽ ജനാധിപത്യം ഇല്ലാതാവുമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെർപ്പളശ്ശേരിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാമതൊരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ എന്റെ കയ്യിൽ 1000 വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ട് എന്നാണ് മോദി പറയുന്നത്. 5 വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ട് എന്നല്ല, 1000 വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മളാരും 1000 വർഷം ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. മോദിയും 1000 വർഷം ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് സാധാരണ 5 കൊല്ലത്തേക്കാണ് ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക. 1000 വർഷത്തേക്കുള്ള പ്ലാൻ എന്റെ കയ്യിലുണ്ട്, അത് നടപ്പാക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിക്കും എന്നാണ്. മൂന്നാമതൊരിക്കൽ കൂടി ഭൂരിപക്ഷം കിട്ടിയാൽ പിന്നെ തെരഞ്ഞെടുപ്പുണ്ടാവില്ല എന്നാണ് വേറൊരു ഭാഷയിൽ മോദി പറഞ്ഞിട്ടുള്ളത്. ഏതുപോലെ ജർമ്മനിയിൽ ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരം പിടിച്ച് അവസാനം ജനാധിപത്യത്തെ കുരുതി കഴിച്ച് ഏകാധിപത്യ വാഴ്ചയും കൂട്ടക്കൊലയും നടപ്പിലാക്കിയതുപോലെ 1000 വർഷത്തേക്കുള്ള പദ്ധതി എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിക്കും എന്നർത്ഥം. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രചരണ റാലി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. LDF സ്ഥാനാർത്ഥി A വിജയരാഘവനെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് നൂറുകണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് റാലി സംഘടിപ്പിച്ചത്. റാലി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് MLA P മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, മുതിർന്ന CPM നേതാവ് PA ഉമ്മർ, CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, ലോക്കൽ സെക്രട്ടറി ജയകൃഷ്ണൻ, CPI നേതാക്കളായ A സൈദലവി, OK സൈദലവി, മറ്റു ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു സംസാരിച്ചു.